VKC പ്രൈഡ് ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. 250 കോടി രൂപ ചെലവിട്ട് സ്ഥലമേറ്റെടുത്ത് തറക്കല്ലിടലിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് കോഴിക്കോട് രാമനാട്ടുകരയിലെ കിൻഫ്ര നോളജ് പാർക്ക്. കോഴിക്കോട് രാമനാട്ടുകര നഗരസഭാ പരിധിയിലെ മുടക്കഴിത്താഴം, ചേലിൽ താഴം, കണക്കഴി താഴം, പനച്ചിൽ താഴം, കുന്നുംപുറത്ത് താഴം എന്നിവിടങ്ങളിലെ 167 ഭൂവുടമകളിൽ നിന്നായി 78 ഹെക്ടർ സ്ഥലം കഴിഞ്ഞ LDF സർക്കാരിൻ്റെ അവസാന കാലത്താണ് ഏറ്റെടുത്തത്. 2010 ഓഗസ്റ്റ് 2-ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് കൊട്ടിഘോഷിച്ചാണ് വിവരസാങ്കേതികവിദ്യ, ജൈവ സാങ്കേതികവിദ്യ, നാനോ ടെക്നോളജി, മൈക്രോ ഇലക്ട്രോണിക്സ് എന്നീ മേഖലകളിലെ വൻകിട കമ്പനികളെ ഉദ്ദേശിച്ചായിരുന്നു കിൻഫ്ര നോളജ് പാർക്ക് വിഭാവനം ചെയ്തത്. നോളജ് പാർക്ക് എന്നുള്ള സംഭവം കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിനകത്ത് എളമരം കരിയും വ്യവസായ മന്ത്രിയായെന്നാണ് കൊണ്ടുവന്നത്. അന്നുകൊണ്ടും വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് കൊണ്ടുവന്നത്. രാമനാട്ടിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചിട്ടാണ് ആ പദ്ധതി അവിടെ നടപ്പാക്കാൻ തീരുമാനിച്ചത്. അന്ന് ആ പദ്ധതിക്കകത്ത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആ ഭൂമിയെ സംബന്ധിച്ച് തന്നെ അഭിപ്രായത്തിലുണ്ടായിരുന്നു. ഭൂമി പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യാതെ തരിശായി കിടക്കുന്ന ഭൂമിയായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ആശങ്ക ദൂരീകരിക്കുന്നതിന് വേണ്ടി അന്ന് കാര്യമായിട്ട് യോഗം വിളിച്ചു ചേർത്ത് ആ യോഗത്തിനകത്ത് നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയെ സംബന്ധിച്ച് വളരെ വിശദമായി അവിടെ സ്വീകരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം ചെയ്തു. അപ്പോൾ ജനങ്ങൾ ബോധ്യന്മാരായി. ജനങ്ങളുടെ ഭാഗത്ത് വിഷയമൊന്നുമില്ല, അംഗീകരിച്ചു. അന്ന് അതിൻ്റെ നിലപാട് സ്വീകരിച്ചത് പൊതു ഉടമയിലുള്ള സ്ഥാപനങ്ങൾ വരാൻ തീരുമാനിച്ചത്. ജനങ്ങൾക്ക് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകാതെ, മറ്റു ആരോഗ്യകരമായ വിഷയങ്ങളൊന്നും ഉണ്ടാകാതെ നീർത്തടങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഗവൺമെൻറ്, കേന്ദ്ര, സംസ്ഥാന സർക്കാരുകളുടെ പൊതു ഉടമയിലുള്ള സംരംഭങ്ങൾ കൊണ്ടുവരണം. അതിലൊന്ന് ബയോടെക്നോളജി പ്ലാന്റ്, പിന്നെ അന്താരാഷ്ട്ര കോൺഫറൻസ് ഹാള്, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മെഡിക്കൽ ഹാള് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നെ ചെരുപ്പ്, അപ്പാരൽ, സെൻട്രൽ അപ്പാരൽ പാർക്ക്, കേന്ദ്ര സർക്കാരിൻ്റെ അപ്പാരൽ പാർക്ക്, പൊതുമേഖല ഉടമയിലുള്ള ഓരോ ടെക്നോളജീൻ്റെ കോഴ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. 2007 അഡ്വാൻസ് നോളജ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് കിൻഫ്ര ഏറ്റെടുത്ത സ്ഥലമാണ് 80 ഏക്കർ സ്ഥലത്തോളം. അന്ന് മുതൽ ഈ 2016 വരെ ഏകദേശം 9 കൊല്ലത്തെ കാലയളവായിട്ട് അവർ നിലവിലുള്ള 100 ചില്ലാനം ക്ലൈമൻസ് ഉണ്ട്. ഇതിൽ അവർക്ക് ഉള്ള പൈസ കോമ്പൻസേഷനൊന്നും കൊടുക്കാതെ ഇത്രയും കാലമായിട്ട് ഗവൺമെൻറ് ആളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിൽക്കുക. ഗവൺമെൻറ്റിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംരംഭത്തിൻ്റെ പേരിൽ ഭീമമായ സംഖ്യ, കോടിക്കണക്കിന് ഉറുപ്പ്യ ഇൻട്രസ്റ്റ് ലെവലിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുക. അധികാരികൾക്ക് ആർക്കും ഇതിൽ ശ്രദ്ധയില്ല, മാറി മാറി വരുന്ന ഗവൺമെൻറ്റിന് ശ്രദ്ധയില്ല. നികുതിദായകരെ പൈസ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ നിലവിൽ ഒരു കിൻഫ്രൻ്റെ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഇതിനെക്കുറിച്ച് യാതൊരു ബോധവാന്മാരുമില്ല. ശ്രീ എളമരങ്കനിയുമായിരുന്ന സമയത്ത് നമ്മുടെ ഈ താഴെ സമീപത്തിൽ ഏകദേശം 76ഓളം ഏക്കർ കൃഷി ചെയ്യാതെ ഇട്ടിരുന്ന വെറ്റ്ലാൻഡായിട്ടുള്ള ഭൂമി രാമനാട്ടുകര പഞ്ചായത്ത് അന്നത്തെ ഭരണസമിതി ഏകപക്ഷീയമായി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ ഉത്തരവിറക്കുകയും അതിൻ്റെ ഭാഗമായി അന്നത്തെ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും വില്ലേജ് ഓഫീസറും ജോയിൻ്റ് ആയിട്ടൊരു സർവേ നടത്തി ഏകദേശം 10% മാത്രമേ കൃഷി ചെയ്യുന്ന ഭൂമി അവിടെ ഉള്ളൂ എന്ന് കണ്ടെത്തി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഭൂമി ഏറ്റെടുക്കൽ പരിപാടി തുടങ്ങി. തുടക്കത്തിൽ ആൾക്കാർക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഭൂമിക്ക് കൃത്യമായ വില കിട്ടുമോ ഇല്ല എന്നുള്ളത്. ഉപ്പുവെള്ളം കയറി കൃഷിക്ക് അനുയോജ്യമല്ലാതെ കടന്നിരുന്ന ഭൂമിയാണ് അതൊക്കെ. 2007 ഡിസംബർ 3-നാണ് നോളജ് പാർക്കിനായി സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നത്. ഏറ്റെടുത്ത സമയത്ത് തന്നെ ഭൂവുടമകൾ ന്യായമായ വില ലഭിച്ചില്ലെന്ന് പറഞ്ഞ് പരാതികൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. സാങ്കേതിക വിദ്യയുടെ രംഗത്ത് കുതിച്ചുകയറ്റം ഇല്ലെങ്കിലും രാമനാട്ടുകരയിലെ ടൂറിസ്റ്റ് ബസ് ഉടമകൾക്കും പെട്രോൾ ടാങ്കർ ഉടമകൾക്കുമാണ് ഇപ്പോൾ ഇതിൻ്റെ ഗുണം. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് തറക്കല്ലിട്ട പദ്ധതി പിന്നീട് വന്ന UDF സർക്കാർ ശ്രദ്ധിക്കാതെ പോയതും നോക്കുകുത്തിയായി 78 ഹെക്ടർ ഭൂമി നിൽക്കുന്നതും രാഷ്ട്രീയ വിവേചനമായി നാട്ടുകാർ വിലയിരുത്തുന്നുണ്ട്. അത് 20 വർഷത്തോളം ഗൾഫിൽ ചോര നീരാക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമിയാണ് ജ്യേഷ്ഠൻ. ആ ഒരു സമ്പാദ്യം തന്നെയാണ് ഉള്ളത്. അതുപോലും ഇവർ വില ഇട്ടത് ഈ മറ്റുള്ള ഭൂമിയുടെ അതേ വിലയാണ് അതിനും ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വ്യവസായ സംരംഭത്തിന്, ഒരു നല്ല പദ്ധതിക്ക് വേണ്ടിയിട്ട് ആണിത് കൊടുത്തത്. പക്ഷേ അത് ഗവൺമെൻറ് ഇപ്പോൾ ചതിച്ച മാതിരിയായിരുന്നു. അതിന് ഇവിടുത്തെ പ്രാദേശിക പാർട്ടിക്കാർ, ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ടവർ തന്നെയാണ് അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നതും അവരായിരുന്നു ഇത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി വളരെയധികം ശ്രമിച്ചതും. ഇപ്പോൾ ഇവിടെ 30 ഏക്കർ
ഭൂമി ഫുട്വെയർ പാർക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഫുട്വെയർ ഒരു കുട കീഴിൽ കൊണ്ടുവരുന്ന ഒരു വ്യവസായ സംരംഭത്തിന് വേണ്ടി 30 ഏക്കർ വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് ഈ CPM തന്നെ ഇപ്പോൾ പറയുന്നു. അവർ ഇതിന് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നു പറയും ബോർഡും വെച്ചിട്ട് ഇത് തുടങ്ങാനും അവർ തന്നെ മുൻപന്തി എടുത്തു. അതിന് സമരത്തിനും അവർ തന്നെ മുൻപന്തിയിൽ വരുന്നൊരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഗംഭീരമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് ഇതുവരെ ഒന്നുകിൽ പൈസ തന്ന് അത് പ്രവർത്തനം തുടങ്ങുക, അതുമില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ കിടക്കുക. പിന്നെ പരിസരം ഈ സൈഡ് പോകാനുള്ള ഒരു വലിയൊരു വിഷമമാണ്. സൈഡിൽ കൂടെ പോകാനുള്ള ഒരു വഴി പോലും ഇല്ലാത്തൊരവസ്ഥയിലെത്തി. റോഡ് സൗകര്യം ഇല്ല, നന്നാക്കാൻ അതും കഴിയുന്നില്ല. എത്രയോ കാലങ്ങളോളം ഇങ്ങനെ ബുദ്ധിമുട്ടായി കിടക്കുക. UDF ഭരണകാലത്ത് ഫുട്വെയർ ടെക്നോളജി പാർക്ക് സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ തറക്കല്ലിട്ട് വർഷങ്ങൾ മാറിയിട്ടും അനക്കമൊന്നും ഉണ്ടായില്ല. സ്ഥലം ഏറ്റെടുത്തിട്ടും വ്യവസായം തുടങ്ങാത്ത സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കും എന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കെ 6 വർഷമായിട്ടും കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ് രാമനാട്ടുകരയിലെ ഈ 80 ഏക്കറോളം ഭൂമി. പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്തിനു വേണ്ടിയാണോ ആ സ്ഥലം അക്വയർ ചെയ്തത് അതേ ആവശ്യത്തിന് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അവിടെ ഒരു ടെക്നോളജി പാർക്ക്, അതായത് IT, BT മേഖലകളിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠനത്തിനുള്ള ഒരു കേന്ദ്രം, അതായത് അറിവുൽപാദന കേന്ദ്രം എന്നുള്ള നിലയ്ക്കാണ് അത് അക്വയർ ചെയ്തത്. ജനങ്ങളെ അത് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ സ്ഥലം അക്വയർ ചെയ്തത്. അതിനുള്ള എതിർപ്പുകളെ നേരിട്ടതും ഈ ആവശ്യം അല്ലെങ്കിൽ ഈ മഹത്തായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് സംഘർഷം അതിന് പേരിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പാർട്ടി അതിന് മുന്നിൽ നിന്നത് രാമനാട്ടുകരയ്ക്കും മാത്രമല്ല കേരളത്തിനൊട്ടാകെ തന്നെ മാതൃകാപരമായ ഒരു പദ്ധതിയായി അത് വരും എന്നുള്ളതുകൊണ്ടാണ്. എന്ത് പർപ്പസിനാണ് ഗവൺമെൻറ് ഇത് എടുത്തതെന്ന് ഗവൺമെൻറ്റിനും അറിയില്ല. അല്ലെങ്കിൽ ഭൂമി ഗവൺമെൻറ് തിരിച്ചേൽപ്പിക്കുക. ശിലാസ്ഥാപനം 25 ലക്ഷം റുപ്യ ചിലവഴിച്ചിട്ട് തോമസ് ഐസക്ക് സാറ് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള ആൾക്കാർ എങ്ങനെ ഈ ഒരു അക്വിസിഷൻ ഇതിൽ ചെയ്യാന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം അക്വിസിഷനിൽ ഇപ്പം കൊടുക്കുന്നതിന് ആൾക്കാർക്ക് ഭീതിയായി. പൈസ കൊടുക്കുന്നില്ല, കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല. ഭൂമി വാങ്ങിക്കൊണ്ടുപോകുക എന്നല്ലാതെ ഗവൺമെൻറ് ഭൂമി രേഖകൾ വാങ്ങി വെക്കുക എന്നല്ലാതെ ഗവൺമെൻറ് അക്വിസിഷൻ്റെ പൈസ കൊടുക്കുന്നില്ല. ബലമായിട്ട് ഭൂമി കൊള്ളക്കാരന്മാരി പിടിച്ചെടുക്കുക ഗവൺമെൻറ് ചെയ്യുന്നത്. രാമനാട്ടുകരയിൽ നോളജ് പാർക്ക് നിർമ്മിക്കാനെന്ന പേരിൽ സ്ഥലം കണ്ടെത്തിയതിനെതിരെ പരിസ്ഥിതിവാദികൾ രംഗത്തെത്തിയിരുന്നു. വ്യവസായ താൽപ്പര്യത്തിന് നോളജ് പാർക്കിനുള്ള സ്ഥലം അനുവദിക്കരുതെന്നും അത് പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുമെന്നുമായിരുന്നു വാദം. രാഷ്ട്രീയ വിരോധത്തിന് ബലിയാടായ പദ്ധതിയാണ് കിൻഫ്ര പദ്ധതിയെന്നും വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെയാണ് പദ്ധതി ആസൂത്രണം ചെയ്തതെന്നും പരക്കെ ആക്ഷേപമുണ്ട്. നോളജ് പാർക്ക് പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും തണ്ണീർത്തടത്തിന് കോട്ടം സംഭവിക്കാതെയും ജനങ്ങളുടെ ആശങ്കകൾ അകറ്റിയും പദ്ധതി നടപ്പാക്കുമെന്നും കിൻഫ്ര അധികൃതർ ഉറപ്പു നൽകിയിട്ടും ഒന്നും നടന്നില്ല എന്നതാണ് വാസ്തവം. നീർത്തടത്തെ സംരക്ഷിച്ചുകൊണ്ട് പദ്ധതി ആവിഷ്കരിക്കും. 80 ഏക്കർ സ്ഥലമാണ് അന്ന് അക്വയർ ചെയ്തത്. ഇപ്പോൾ പറയുന്നത് 22 ഏക്കറാണ് ഇപ്പോൾ കൈവശമുള്ളത്, കിൻഫ്രയുടെ കൈവശമുള്ളത്. അപ്പോൾ അതിൽ 20 ഏക്കർ സ്ഥലത്തോളം ഈ നീർത്തട സംരക്ഷണത്തിന് ആവശ്യമായി വരുമെന്നാണ് ഏതാണ്ട് കണക്ക് അന്ന് പറഞ്ഞിരുന്നത്. വേർ പാർക്കിന് വേണ്ടി നീക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരിക്കലും നമ്മൾ വിഭാവനം ചെയ്ത് തരത്തില്ല, നോളജ് പാർക്ക് വരില്ല. ഒരു വർഷം മുന്നേ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഈ ഗവൺമെൻറ്റിനകത്ത് അന്നത്തെ വ്യവസായ വകുപ്പ് എന്ത് ചെയ്യിപ്പിക്കാതെ ഇടപെട്ടുകൊണ്ട് സമഗ്രമായ എന്തെങ്കിലും പരിപാടികൾ നടപ്പാക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പരിപാടികളൊക്കെ ആവിഷ്കരിച്ചു. ബഡ്ജറ്റ് പ്രസംഗത്തിനകത്ത് രാമനാട്ടുകര നോളജ് പാർക്ക് ഒരു നല്ല സംരംഭമായി മാറ്റാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനാവശ്യമായ നടപടിയായിട്ട് പോയി. ഇപ്പം എന്താ സംബന്ധമായ ഒരു ചർച്ച കേൾക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയ്ക്ക് നമുക്ക് പിന്നെ വ്യക്തമായി നമ്മളന്ന് തീരുമാനിച്ചിരുന്നത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും കൊടുക്കേണ്ടതാണ് തീരുമാനിച്ചത്. നമ്മളാ സ്റ്റാൻഡ് തന്നെ ഒന്ന് നിൽക്കുന്നത്. അതിലന്ന് കണ്ടിട്ടുള്ളത് ആ ഭൂമിക്കകത്തുള്ള മണ്ണെടുത്ത് മാറ്റി തറ ഫില്ല് ചെയ്ത് ഒരു 25% നീർത്തടമായി നിലനിർത്തി ആ ഭൂമിയുടെ ചുറ്റുഭാഗത്തും 8 മീറ്റർ റോഡ് നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രയാസമില്ലാത്ത പരിഹരിക്കുന്ന തീരുമാനിച്ചത്. രാമനാട്ടുകരയിലെ നോളജ് പാർക്കിന് വേണ്ടി നെൽവയൽ നികത്താനുള്ള ശ്രമത്തെ സർക്കാർ എതിർത്തതോടെ പദ്ധതി വീണ്ടും അവതാളത്തിലാവുകയായിരുന്നു. ഭൂമി ഏറ്റെടുക്കും മുൻപ് പരിസ്ഥിതി കൃഷി വകുപ്പുകളുടെ അനുമതി വാങ്ങാത്തതും പദ്ധതിക്ക് തടസ്സമായി മാറി. ഈ കിൻഫ്ര ഇവിടെ വന്നുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക് എല്ലാവർക്കും. വെള്ളത്തിനുള്ള വിഷമങ്ങളൊക്കെ ഇപ്പോഴേ വന്നു തുടങ്ങി. പിന്നെ പ്രത്യേകിച്ചും പിന്നെ കാശ് മുഴുവൻ കിട്ടിയതുമില്ല. ഒരു ചെറിയ പൈസ മാത്രമാണ് കിട്ടിയത്.
ഇനി ഇപ്പോൾ അതും ഇതുമായിട്ട് കൃഷി ഉണ്ടാക്കാൻ എല്ലാ സമയത്തും മൂന്ന് കുരുക്കും കൃഷി ഉണ്ടാക്കാൻ സ്ഥലം നമ്മളത് അത് നഷ്ടപ്പെട്ട് നാട്ടുകാരെ പോറ്റാൻ ഗതിയില്ലാതെ വന്നു. എന്നാലും അത് പിന്നെ കിൻഫ്ര വന്നുകൊണ്ട് നമുക്ക് പല നഷ്ടങ്ങളും വന്നു. എന്നാൽ ഇവിടെ കാശ് പോലും കിട്ടാത്തൊരവസ്ഥയിലെത്തി. ശരിയായൊരു മാർക്കറ്റ് വില കിട്ടിയില്ല. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ജനങ്ങൾക്ക് എല്ലാം സമ്മതമായിരുന്നു. അന്ന് അവിടെ താമസിക്കുന്ന ഒരു 5-6 വീട്ടുകാർക്ക് ഇങ്ങപ്പുറത്ത് സ്ഥലം മേടിച്ചു. പറവ പഞ്ചായത്തിൽ റോഡിനോട് തൊട്ട് തന്നെ പറവ പഞ്ചായത്തിൽ സ്ഥലം മേടിച്ചു. അവിടെ വീട് ഉണ്ടാക്കി താമസം മാറ്റാൻ ആവശ്യമായ തീരുമാനത്തോടൊക്കെ അംഗീകരിച്ചതാണ്. ഒരു വിഷയമില്ലാതെ പ്രശ്നമൊക്കെ പരിഹരിച്ച് നല്ലവർക്ക് അതുമാത്രം മാന്യമായ വില കിട്ടാൻ വേണ്ടി അന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ കരിമിക്കന്നെ വന്ന് യോഗം വിളിച്ച് ചേർത്ത് കളക്ടറേറ്റിൽ വീടുപള്ളി ഗസ്റ്റ് ഹൗസിൽ വെച്ച് തീരുമാനമെടുത്തു. പണം കൊടുക്കാൻ ആവശ്യം നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നു. അതിന് ശേഷമാണ് ഈ ഗോപി ഇങ്ങനെ കോടതിയിൽ പോയത്. കോടതിയിൽ പോയപ്പോൾ എന്താ സ്വാഭാവികമായിട്ട് ആ കേസ് നീണ്ടുപോയതെന്ന് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം ഭരിച്ച കേരളം ഭരിച്ച UDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വ്യവസായം വരാനുള്ള താല്പര്യം ആർക്കുണ്ടായില്ല. അതുകൊണ്ട് അവരെന്ത് അതിന് തുടർ നടപടി ഒന്നും സ്വീകരിച്ചില്ല. എന്നാൽ സ്ഥലം MLAയും വ്യവസായ മന്ത്രിയുമായിരുന്ന എളമരം കരീമിന്റെ പദ്ധതിയെ എല്ലാവരും പിന്തുണച്ചിരുന്നു. പദ്ധതി തുടങ്ങാൻ നെൽവയൽ നികത്തണമെന്നും മറ്റും ആവശ്യപ്പെട്ട് കിൻഫ്ര MD സർക്കാരിന് അപേക്ഷ നൽകിയെങ്കിലും പ്രദേശത്ത് ഇപ്പോഴും നെൽകൃഷി നടക്കുന്നുണ്ടെന്നും ഇത് നീർത്തട ഭൂമിയാണെന്നും ചൂണ്ടിക്കാട്ടി കാർഷികോൽപാദന കമ്മീഷണർ അപേക്ഷ നിരസിച്ചിരുന്നു. രാമനാട്ടുകരയിലെ നോളജ് പാർക്കിന് വേണ്ടി പ്രദേശവാസികളിൽ നിന്നും കിൻഫ്ര ഏറ്റെടുത്ത ഭൂമി അട്ടിമറിച്ചുകൊണ്ട് 200ഓളം ചെറുകിട ചെരുപ്പ് നിർമ്മാണ യൂണിറ്റുകളുടെ ക്ലസ്റ്ററിനായി 30 ഏക്കർ ഭൂമി കൈമാറിയിരിക്കുന്നതും ഈ പദ്ധതിക്ക് തടസ്സമായി മാറി. സ്വകാര്യ ഉടമയുള്ള ചെരുപ്പ് കമ്പനിയോ കാര്യങ്ങൾ പറഞ്ഞാലും നമുക്ക് താല്പര്യമില്ല. നമുക്ക് ഗവൺമെൻറ് ഉടമയിലുള്ള ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ജനങ്ങളോട് പറഞ്ഞ കാര്യം എന്താ, പൊതു ഉടമയിലുള്ള സംഭവം വരുന്നുണ്ട്. അത് മാറ്റി വേറെ രൂപത്തിലേക്ക് നിലപാട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് അത് വരേണ്ടതില്ലെന്ന് നമ്മൾ അഭിപ്രായമുള്ളത്. ഏതായാലും ബന്ധപ്പെട്ട തലങ്ങളിൽ ആ അഭിപ്രായം ഉയർത്താൻ ആവശ്യം നിലപാട് ഞങ്ങൾ മുനിസിപ്പാലിറ്റി എന്നത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഈ വർഷം അതിൻ്റെ ചില നടപടിക്രമങ്ങൾ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ വ്യവസായ ആവശ്യമായ ചില കാര്യങ്ങളൊക്കെ തന്നെ പൊതു ഉടമയിലുള്ള ചില സാധനങ്ങൾ വരാൻ ആവശ്യം നിലപാടുണ്ടാവും. കാരണം കേരളത്തിലിപ്പം ഇടതുപക്ഷ മുന്നണി എന്നുള്ളത് തന്നെ വളരെ വ്യാവസായിക രംഗത്ത് വളർച്ച ഉണ്ടാക്കാൻ ആവശ്യം നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തുടർച്ച എന്നുള്ള തന്നെ നമ്മൾ ഈ മേഖലക്കകത്ത് ഏറ്റെടുത്ത ഭൂമി ഫലപ്രദമായി ഉപയോഗിക്കാൻ ആവശ്യമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് ആ വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ശരിയായ നിലപാടുണ്ടാവും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അന്ന് ഗവൺമെൻറ് നിശ്ചയിച്ച ഒരു തുക ഉണ്ടായിരുന്നു, അത് അവർക്ക് കൊടുത്തു. രണ്ടാമത് അവർ വീണ്ടും അപ്പീലിന് പോയപ്പം 1 ലക്ഷം 2 ലക്ഷത്തിലധികം കൂടുതൽ അവർക്ക് അനുവദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലും 30% 40% അവർക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. 1 ലക്ഷത്തിൽ കൂടുതലുള്ള ആൾക്കാർക്ക്. അതിൽ കുറഞ്ഞുള്ള ആൾക്കാർക്ക് ഇപ്പോൾ കുറേശ്ശായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അത് പൂർണ്ണമായിട്ടില്ല. പകുതി പൈസ അവർ കെട്ടിവെച്ചിട്ട് ബാക്കിയുള്ള പൈസയ്ക്ക് അവർ ഹൈക്കോടതിയിൽ സ്റ്റേ പോയിട്ടുണ്ട്. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് നിലവിലുള്ള ആളുകളെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇതുവരെ ഗവൺമെൻറ്റോ കിൻഫ്രയോ മെനക്കെട്ടിട്ടില്ല. അതുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഞങ്ങൾ പോകാൻ നിർബന്ധിതരാകും. ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ നിലവിൽ ആദ്യം ഉണ്ടായിരുന്നു, അവർ പിന്നെ ഇപ്പോൾ രണ്ടാമതൊരു പുതിയ ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 10 കൊല്ലം കൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ നിലവിലെ വാല്യൂ ഗവൺമെൻറ് തന്ന തുച്ഛമായ പൈസ 80, 70, 1 എന്നുള്ള ലെവലിലൊന്നും ഇന്നത്തെ സമയത്ത് 10 കൊല്ലത്തെ ക്രമാതീതമായിട്ടുള്ള ഉയർച്ചയിൽ ഭൂമി തന്നെ വാങ്ങാൻ കിട്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പാദരക്ഷാ വ്യവസായത്തിന് കോഴിക്കോട്ട് സ്വാഭാവികമായ അടിത്തറയും വളർച്ചയുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംരംഭകർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി പാദരക്ഷാ പാർക്ക് നിർമ്മിക്കാനുള്ള മറ്റൊരു പദ്ധതി. ജില്ലയിലെ പാദരക്ഷാ നിർമ്മാണ വ്യവസായ സംരംഭകരുടെ സംഘവുമായി ചേർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മെഗാ ലെതർ ക്ലസ്റ്റർ പദ്ധതി പ്രകാരമാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫുട്വെയർ ടെക്നോളജി പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനമായിരുന്നു, ഒരു യൂണിവേഴ്സിറ്റിയാണ് നേരത്തെ MP നിർദ്ദേശിച്ചത്. അത് ഇന്ത്യയിലെ 6ാമത്തെ മറ്റോ സ്ഥാപനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന് UP യിലും അതുപോലെയുള്ള വലിയ വലിയ സംസ്ഥാനങ്ങളിലാണ് ഉള്ളത്. വളരെ നേരത്തെ നമ്മളെ ബാലുശ്ശേരിയിലുള്ള കിനാലൂർ എസ്റ്റേറ്റിലേക്ക് പറഞ്ഞതായിരുന്നു. എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്തുള്ളത് കൊണ്ടും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ സന്ദർശിക്കാനുള്ള സ്ഥലം എന്നുള്ള എനിക്ക് ഈ സ്ഥലം അതിന് സൂട്ടബിളാണ് എന്ന് കരുതിയിട്ടാണ് ഇവിടേക്ക് അതിൻ്റെ പ്രപ്പോസൽ വെച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രവർത്തനം. നേരെ മറിച്ച് ഒരു ചെരുപ്പ് കമ്പനി എന്നുള്ള രൂപത്തിലേക്ക് എന്താണ് അത് ആളുകൾ മനസ്സിലാക്കിയതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ചെരുപ്പ് കമ്പനി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ഒരുപാട് പൊല്യൂഷൻ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ആ മണ്ണ് എല്ലാം കുടിവെള്ളത്തിനൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും ജനങ്ങൾ എതിർക്കുന്നത്. പക്ഷേ നേരത്തെ MP പ്രപ്പോസൽ തീർച്ചയായിട്ടും ഫുട്വെയർ ടെക്നോളജി പാർക്ക് എന്ന സംവിധാനമായിരുന്നു. നിർദ്ദിഷ്ട ഫുട്വെയർ പാർക്കിൽ വികസിപ്പിച്ച പ്ലോട്ടുകൾക്ക് പുറമെ ജലം, വൈദ്യുതി, മലിനജല ശുദ്ധീകരണശാല, പരിശീലന കേന്ദ്രം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും എന്നും ചൂണ്ടിക്കാണിക്കുന്നു.
സംസ്ഥാനത്തെ ആദ്യ ഫുട്വെയർ പാർക്കായിരിക്കും രാമനാട്ടുകരയിൽ വരികയെന്നും പറയപ്പെടുന്നു. കിൻഫ്ര സമർപ്പിച്ച 107 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ചാലുടൻ പാർക്കിന്റെ പ്രവർത്തനം തുടങ്ങാനാണ് ശ്രമം. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നോളജ് പാർക്കിനായി ഏറ്റെടുത്ത ഭൂമിയിൽ 30 ഏക്കറിലാണ് ചെരുപ്പ് നിർമ്മാണ പദ്ധതി എന്നതും വിരോധാഭാസമാണ്. കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീമായപ്പോഴാണ് ഈ സ്വപ്ന പദ്ധതി ഇവിടെ നടപ്പാക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. UDF വന്നപ്പോൾ, അധികാരത്തിൽ വന്നപ്പോൾ ആ ഭാഗം അവർ വിട്ടുകളഞ്ഞു, മറന്നു കളഞ്ഞു. ഇപ്പോൾ കിൻഫ്ര മറ്റൊരു ലക്ഷ്യത്തോടു കൂടി അവിടെ രംഗത്ത് വന്നിരിക്കുകയാണ്. അവിടെ ഒരു ചെരുപ്പ് നിർമ്മാണ ക്ലസ്റ്റർ രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തദ്ദേശവാസികളുടെ ഭാഗത്ത് വൻതോതിലുള്ള എതിർപ്പുണ്ട്. പാർട്ടി അതിനോട് യോജിക്കുന്നില്ല. ഏതാവശ്യത്തിന് വേണ്ടിയാണോ അത് അക്വയർ ചെയ്തത് അതേ ആവശ്യത്തിന് ഉപയോഗിക്കണം. ഒരു അറിവുൽപാദന കേന്ദ്രമായി അത് മാറണം. ചരക്കുൽപാദന കേന്ദ്രമായി അത് മാറ്റുന്നതിനോട് യോജിക്കാനാകില്ല. ഉത്തരമലബാറിൽ 200ഓളം പാദരക്ഷാ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നതായാണ് വിവരം. ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വരുന്നത് വ്യവസായ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും എന്നാണ് ചിലരെങ്കിലും കണക്കുകൂട്ടുന്നത്. 8 വർഷങ്ങൾ പിന്നിട്ടിട്ടും കിൻഫ്ര നോളജ് പാർക്ക് പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. കോടികൾ ചെലവാക്കിയിട്ടും പാർക്ക് യാഥാർത്ഥ്യമായിട്ടില്ല. 85ഓളം ഏക്കർ കൃഷിഭൂമി മണ്ണിട്ട് നികത്തി എന്താണ് അവിടെ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വ്യക്തി നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ വലിയ വില കൊടുത്ത് വാങ്ങിച്ച ഹൈവേയോട് ചേർന്നുകൊണ്ടുള്ള വലിയ വില കൊടുത്ത് വാങ്ങിച്ച ഭൂമിക്കെല്ലാം ഗവൺമെൻറ് നിശ്ചയിച്ച ചെറിയൊരു എമൗണ്ട് ആയിരുന്നു കൊടുക്കാൻ കണ്ടത്. ഇതൊരു അങ്ങനെ ഒരു വ്യക്തത ഇല്ലാത്തൊരു സാഹചര്യം അന്ന് നിലനിന്നിരുന്നു. പിന്നീടാണ് ഇതിന് ഒരു വ്യക്തത വന്നത്. അതുകൊണ്ടായിരിക്കാം അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പൊതുജന താല്പര്യത്തിനനുസരിച്ചൊരു നിലപാടെടുത്തതാണ് എന്നാണ് ഞാൻ മനസ്സിലായത്. കിൻഫ്ര പറഞ്ഞു വന്ന് നമ്മളിത് നിർബന്ധമായിട്ട് കിൻഫ്രക്ക് പോകും. പിന്നെ നിർബന്ധമായിട്ട് പിന്നെ പൈസ കാശ് വാങ്ങിയിട്ടില്ല കോടതി പോകും, കോടതി പോയി കിട്ടൂല. ഇങ്ങനെയൊക്കെ പല ആളുകളും പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ടാണ് അതിങ്ങനെ വന്നത്. ഇപ്പോൾ അങ്ങനെ അവസ്ഥയിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് എത്തിയത്. ഇവിടെ ഒരു നിർമ്മാണവും പൈസ കൊടുക്കാതെ നടത്താൻ നമ്മൾ സമ്മതിക്കില്ല. ക്ലെമൻസിൻ്റെ പൈസ കൊടുക്കാതെ, ഇതിലുള്ള 100 ചില്ലാനം ആൾക്കാരെ പൈസ കൊടുക്കാതെ ഒരു പ്രവൃത്തിയും ഇതിൽ നടക്കില്ല. 77 ഏക്കറിൽ വിശാലമായ IT പാർക്കും കൺവെൻഷൻ സെന്ററും ഫുട്വെയർ ടെക്നോളജി പാർക്കും വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിലും നിർമ്മിച്ചിരിക്കുന്നത് ഒരു മതിൽ മാത്രമാണ്. ഏതായാലും 5000ഓളം തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് സ്ഥലമേറ്റെടുത്ത രാമനാട്ടുകരയിലെ ഈ നോളജ് പാർക്ക് വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങുകയാണ് ഇപ്പോഴും. VKC പ്രൈഡ് ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച.